വളരെ പെട്ടെന്ന് തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മാന്തലെടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 1 ഇഞ്ചിയുടെ കഷ്ണം ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളകും പൊടിയാണ്. നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി ചേർത്തെടുക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അത് പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഒരു തിളച്ചാൽ തീയും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ചെറിയുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉലുവ വേണ്ടവരെ ചെറിയുള്ളി ഇടുന്നതിന് മുമ്പായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.